ഒരാളുമായി നല്ല ബന്ധം ഉണ്ടാക്കണം, വ്യാപാരം അഭിവൃദ്ധിപ്പെടണം. അങ്ങനെയാണെങ്കിൽ അശ്വാരൂഢ മന്ത്രം കൊണ്ടാണ് ചെത്തിപ്പൂ ഹോമിക്കുന്നത്. വിവാഹ തടസ്സം മാത്രമാണ് വിഷയം നോക്കുക. സ്വയംവര പാർവതി മന്ത്രം കൊണ്ട് മുക്കുറ്റി ഹോമിച്ചാണ്. തേനിലോ ത്രിമധുരത്തിലോ ചേർത്ത് പിടിച്ചാണ് ഹോമിക്കുന്നതെങ്കിൽ രാജപദവിയിൽ ഇരിക്കുന്ന ആളുകൾ വരെ വശത്താവും. അഘോര മന്ത്രം കൊണ്ടാണ് എള്ളു ഹോമിക്കുന്നെങ്കിൽ ശത്രുക്കൾ ഇല്ലാണ്ടാവും. ഈ അഘോര മന്ത്രവും ഗണപതി ഹോമത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഈ ഗണപതി ഹോമം നടത്തിയിട്ട് വളരെ റിസൾട്ട് ഉണ്ടായി, പെട്ടെന്ന് നടന്നു, അങ്ങനെ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തു പറയത്തക്ക അനുഭവങ്ങളുണ്ടോ? ധനം ബ്ലോക്കായ ആളുകൾ കിട്ടിയില്ലെങ്കിൽ അപകടത്തിലാവും. ഹോമിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഫലം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു സുഹൃത്ത് ജയിലിലായി പോയിട്ട്, അത് വിദേശത്താണ്, ക്ഷിപ്രഗണപതി മന്ത്രം കൊണ്ട് കഴിച്ച് 2 ദിവസം കൊണ്ട് ഒരു റിലീസായി. തെളിവില്ലാത്ത അവസ്ഥ. താമരപ്പൂ ഹോമിച്ചാൽ ആവശ്യത്തിന് ധനം കിട്ടും. അത്യാഗ്രഹം മൂത്തത് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കൊരാളുമായിട്ടൊരു പിണക്കമുണ്ടായി, മുല്ലമുട്ട് തേനിൽ മുക്കി ഹോമിക്കുക. സൗമ്യമായിട്ടുള്ള മന്ത്രങ്ങൾ ഏത് വേണമെങ്കിലും. സൗമ്യമല്ലാത്ത മന്ത്രങ്ങളുണ്ടോ? വേറെ ഒരു ടൈപ്പ് ഓഫ് ഗണപതിയാണ്. നമ്മൾ വിചാരിക്കുന്ന സാധാരണ ഗണപതിയല്ല. പഞ്ചഭൂതങ്ങളിലെ ആകാശത്തെ കൂടി നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ചിതാകാശത്ത് സങ്കല്പിക്കുന്ന വസ്തുക്കൾ ഫിസിക്കലി ഉണ്ടാവും. തീരെ ജാതകത്തിലൊക്കെ ഒട്ടും പറ്റില്ലാത്ത വരുമ്പോൾ ഈ ബാണേശി മന്ത്രം കൊണ്ട് ഹോമിച്ചാൽ വിവാഹാർസം മാറും. ഈ ഹോമം അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഒരു നെഗറ്റീവ് ഫലങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും? മൂലാധാര ചക്രത്തിൻ്റെ ദേവതയാണല്ലോ ഗണപതി. ശരിക്കും മൂലാധാര ചക്രവും ഗണപതി ഭഗവാനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? എന്താണ് ബന്ധം? പൃഥ്വിയാണ് ഗണപതിയുടെ പൃഥ്വിതത്വമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മൂലാധാര ചക്രത്തിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. നമ്മൾ എന്തിനും ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് ഉറപ്പാണ് വേണ്ടത്, അല്ലേ? ഒരു അടിസ്ഥാന ശിലയാണ് ആദ്യം വേണ്ടത്. ഉറച്ച ഒരു തീരുമാനമാണ് എന്തിലേക്കും പോകാനുള്ളൊരു കാരണമാകുന്നത്. അതിലേക്ക് നമ്മൾ വരണമെങ്കിൽ ആദ്യം നമ്മൾ ഭജിക്കേണ്ടത് ആളാണ് ഗണപതി. അതുകൊണ്ടാണ് ഗണപതിക്ക് അങ്ങനെ കൊടുത്തത്. എന്നാൽ ഈ ഗണപതിയുടെ മൂലമന്ത്രത്തിൽ ബീജാക്ഷരങ്ങളോ ആകാശത്വത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആകാശത്വത്തിൻ്റെ ബീജാക്ഷരങ്ങളെ കൊണ്ടാണ് ഗണപതിക്ക് കൊടുത്തിരിക്കുന്നത്. മൂലമന്ത്രത്തിൽ മാത്രം. അതെ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്വം ഒമ്നി പ്രസൻ്റാണ്, സ്പേസാണ്, എവിടെയും ഉണ്ട്. അപ്പം ഒമ്നി പ്രസൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ള ആ ഒരു സങ്കല്പം വരാൻ വേണ്ടിയിട്ടാണ്, അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഗണപതി അങ്ങനെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് കുറ്റിയടിച്ച് കെട്ടിയിരിക്കുന്ന ഒരാളല്ല, അല്ലെങ്കിൽ ചങ്ങലക്കിട്ടൊരു ആനയല്ല നിങ്ങൾ കാണുന്നത്. ഇത് എവിടെയും സർവ്വവ്യാപിയായിട്ട് എവിടെയും ചെല്ലാൻ പറ്റുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ തത്വം കൊടുത്തിരിക്കുന്നത്, ആകാശതത്വം. ഈ മൂലാധാര ചക്രത്തിന് നിറം ചുവപ്പാണ്. ഇപ്പോൾ ഗണപതിയുടെ വസ്ത്രവും ഗണപതിയുടെ ആഭരണങ്ങളും എല്ലാം തന്നെയും പുഷ്പങ്ങളുമൊക്കെ ഗണപതിക്ക് ഉപയോഗിക്കുന്നത് ചുവപ്പാണ്. മൂലാധാര ചക്രത്തിന് 4 ഇതളാണുള്ളത്. 4 ഇതൾ, ചുവന്ന നിറത്തിൽ 4 ഇതളുകളാണ്. അതുകൊണ്ടാണ് ചെത്തിപ്പൂവിന്, തെച്ചിപ്പൂ, ചെത്തിപ്പൂ എന്നൊക്കെ പറയുന്ന ചുവന്ന ചെത്തിപ്പൂവിന് പ്രാധാന്യം വരാൻ കാരണം ഗണപതി ഹോമത്തിൽ 4 ഇതളാണ് അതിനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഗണപതിയുടെ ഹോമത്തിന് നമ്മൾ എടുക്കാൻ ഏറ്റവും വിശേഷം ചെത്തിപ്പൂവാണ്. അത് തന്നെ 4 കളഞ്ഞ ചെത്തിപ്പൂ തന്നെയാണ് പൂജയ്ക്കും ഹോമത്തിനും ഒക്കെ. ഈ നാളം കൊണ്ട് നമ്മൾ എടുക്കുമ്പോഴേ ഇതിനകത്തൊരു കുഴപ്പമെന്ന് വെച്ചാൽ അതിനൊരു മുള്ളിൻ്റെ അല്ലെങ്കിൽ ഒരു നമുക്ക് ദഹിക്കാത്ത ഒരു സാധനം എന്നുള്ളൊരു സങ്കല്പം ഉണ്ടാകും നാളത്തിന്. അതുകൊണ്ട് അതങ്ങ് എടുത്ത് മാറ്റും. പൂജയ്ക്ക് ഇതിന് വേണ്ടിയിട്ട്, ഹോമിക്കാൻ വേണ്ടിയിട്ട് അതെടുത്ത് മാറ്റുന്നു, അത്രേ ഉള്ളൂ. അതിൻ്റെ കാര്യം അത്രേ ഉള്ളൂ. എല്ലാ പക്ഷക്കാരും നാളം കളയാറുമില്ല. ഇല്ല. ഓ, നാളം കളയാതെ ഹോമിക്കുന്നവരും, കളയാതെ എടുത്ത് ഹോമിക്കുന്നവരും പുഷ്പാഞ്ജലി ചെയ്യുന്നവരും ഉണ്ട്. നാളം കളഞ്ഞിട്ട് എടുക്കുന്നവരും ഉണ്ട്. കേസരമാണല്ലോ ഈ പൂമ്പൊടിയൊക്കെ ഇരിക്കുന്ന ഭാഗമായതുകൊണ്ടാണ് അതെടുത്ത് മാറ്റാനുള്ള പ്രധാന ഒരു കാരണം. ഓക്കെ ഓക്കെ, ഇപ്പം മനസ്സിലായി. അപ്പോൾ എന്നാൽ അത് അത്ര ചെറുതല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് അത്ര നോക്കണ്ടെന്നും കാര്യമാക്കണ്ടെന്നും വിചാരിക്കുന്നവരും ഉണ്ട്. പിന്നെ അതാണ് പ്രധാന സംഗതി. ഗണപതിയുടെ ഗണേശ അഥർവശീർഷ ഉപനിഷത്ത് എടുത്താൽ അതിൽ കൊടുത്തിരിക്കുന്ന ധ്യാനമെല്ലാം ഈ രക്തവസ്ത്രം, അങ്ങനെ എല്ലാം രക്തമായി അതായത് രക്തനിവർണ്ണമായിട്ട്, ചുവന്ന നിറമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കൊടുത്തിരിക്കുന്നത് ഗണപതിക്ക്. ഓരോ ദ്രവ്യങ്ങളും, എന്നാൽ ഇത് മാത്രമല്ല, തെച്ചിപ്പ് മാത്രമല്ലല്ലോ ഹോമിക്കുന്നത്. ഓരോ ദ്രവ്യങ്ങളും ഹോമിക്കുന്നതിനും ഓരോ ദേവതകളെ പ്രസാദിപ്പിക്കാനാണ്. അപ്പോൾ അതിൻ്റെ ഫലങ്ങളും വ്യത്യാസമാണ്. ഓരോ ഫലങ്ങളായിട്ടൊന്ന് പറയാമോ? നമുക്ക് ചെത്തിപ്പൂവും തന്നെ തുടങ്ങാം. അപ്പം നിങ്ങൾക്ക് വ്യാപാര വിജയം വേണം എന്ന് വയ്ക്കുക. വശ്യം വേണം. വശ്യം മീൻസ് ഒരാളുമായി നല്ല ബന്ധം ഉണ്ടാക്കണം, വ്യാപാരം അഭിവൃദ്ധിപ്പെടണം. അങ്ങനെയാണെങ്കിൽ അശ്വാരൂഢ മന്ത്രം കൊണ്ടാണ് ചെത്തിപ്പൂ ഹോമിക്കേണ്ടത്. നാളം കളഞ്ഞ ചെത്തിപ്പൂ അശ്വാരൂഢ മന്ത്രം കൊണ്ട് കൂടുതൽ ഹോമിച്ചാൽ ഈ പറഞ്ഞ ഫലം ഉണ്ടാവും. ഇനി വിവാഹ തടസ്സം മാത്രമാണ് വിഷയം എന്ന് വയ്ക്കുക. വിവാഹ തടസ്സത്തിന് പരിഹാരം ചെയ്യാനാണെങ്കിൽ, അതിനൊരു പരിഹാരമായിട്ടാണെങ്കിൽ മുക്കുറ്റി ഹോമിച്ചാൽ മതി. സ്വയംവര പാർവതി മന്ത്രം കൊണ്ട് മുക്കുറ്റി ഹോമിച്ചാൽ, മുക്കുറ്റി സമൂലമായിട്ട് ഹോമിക്കണം.
എന്നാൽ ഈ മുക്കുറ്റി തേനിൽ മുക്കിയാണ് ഹോമിക്കുന്നത് വയ്ക്കുക, തേനിലോ ത്രിമധുരത്തിലോ ചേർത്ത് പിടിച്ചാണ് ഹോമിക്കുന്നതെങ്കിൽ ഇത് രാജവശ്യമാണ് ഫലം. രാജാക്കന്മാർ രാജപദവിയിൽ ഇരിക്കുന്ന ആളുകൾ വരെ വശത്താവും എന്നാണ് സങ്കല്പം. ഇനി നമ്മളതിനകത്ത് എള്ളാണ് ഹോമിക്കുന്നതെന്ന് വയ്ക്കുക, അഷ്ടാക്ഷരി മന്ത്രം കൊണ്ട് എള്ള് ഹോമിക്കുകയാണെങ്കിൽ പിതൃക്കൾ പ്രീതിയാവും. പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് എള്ള് ഹോമിച്ചാൽ ആയുസ് വർദ്ധിക്കും. അഘോരമന്ത്രം കൊണ്ടാണ് എള്ളു ഹോമിക്കുന്നെങ്കിൽ ശത്രുക്കൾ ഇല്ലാണ്ടാവും. ഈ അഘോരമന്ത്രവും ഗണപതി ഹോമത്തിൽ ഉപയോഗിക്കാറുണ്ട്, ചിലർ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ഓരോ പക്ഷക്കാരാണ്, ഓരോ അവരുടെ ഉപദേശം അനുസരിച്ച് അവർ ഉപയോഗിക്കുന്നതാണ്. പൊതുവെ ഇങ്ങനെ രാക്ഷസ ആഭിചാര മന്ത്രങ്ങൾ സാമാന്യന വകുപ്പിൽ ഗണപതി ഹോമത്തിൽ ഉപയോഗിക്കാറില്ല. രൗദ്രമന്ത്രങ്ങളൊക്കെ എടുക്കും, എന്നാലും രാക്ഷസാഭിചാര മന്ത്രങ്ങളെ പൊതുവെ ഇങ്ങനെ തൊടാറില്ല. എന്നാൽ പോലും അഘോരമൊക്കെ, അഘോരം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹ്രീം സ്പുര എന്നുള്ള താന്ത്രികമായിട്ടുള്ള അഘോരമന്ത്രം അല്ല അവിടെ എടുക്കുന്നത്. അഘോരേഭ്യോ അഘോരേഭ്യോ എന്ന് തുടങ്ങുന്ന പഞ്ചബ്രഹ്മനിലാത്തുള്ള ശിവന്റെ തെക്കോട്ടുള്ള മുഖം ആയിട്ടുള്ള അഘോരൻ, ആ മുഖത്തിൻ്റെ വൈദിക മന്ത്രമുണ്ട്. അഘോരേഭ്യോ ഘോരേഭ്യോ ഘോരഘോരതരേഭ്യശ്ച സർവേഭ്യോ നമസ്തേ അസ്തു രുദ്രരൂപേഭ്യ സ്വാഹ, ഇങ്ങനെ ഒരു മന്ത്രമുണ്ട്. അതുകൊണ്ടാണ് സാധാരണ പതിവ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മുല്ലമൊട്ട് ചില പ്രയോഗങ്ങൾ പറഞ്ഞുതരാം. താമര തേനിൽ മുക്കി, താമരയ്ക്കകത്ത് ത്രിമധുരം, താമര ഇതളല്ല, താമര മുഴുവനായിട്ട് ഞെട്ട് കളഞ്ഞ താമരയിൽ, ചുവന്ന താമരയിൽ ത്രിമധുരം നിറച്ച്, താമര ഇങ്ങനെ ഒന്ന് വിടർത്തിയാൽ അതൊരു അകത്തൊരു ദ്വാരം പോലെ കിട്ടും നമുക്ക്. അതിനുള്ളിലേക്ക് ത്രിമധുരം തേനോ നിറച്ച് ഹോമിക്കുകയാണെങ്കിൽ, മൂലമന്ത്രം ജപിച്ച് ഹോമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശ്രീയേജാതശ്രീ അനിര്യായ ശ്രീയംവയോ ജരുതൃഭ്യോ ദദാതി ശ്രീയം വസാന അമൃതത്വമായ ഭവന്തി സത്യാസമിതാമിദ്രൗ സ്വാഹ, ഇങ്ങനെ ഒരു ഋക്ക. അതെ, മഹാലക്ഷ്മിയുടെ വൈദിക മന്ത്രമാണ്. അല്ലെങ്കിൽ വെറുതെ ശ്രീം സ്വാഹ ആയാലും മതി. അതുകൊണ്ട് നമ്മൾ ഈ താമരപ്പൂ ഹോമിച്ചാൽ ആവശ്യത്തിന് ധനം കിട്ടും. പ്രത്യേകം നോട്ട് ചെയ്തോണം, ആവശ്യത്തിനുള്ള ധനം കിട്ടും. അത്യാഗ്രഹം മൂത്തത് ചെയ്യേണ്ട കാര്യമില്ല. അത് ഈ കൂവളത്തിൻ്റെ ചമത നമ്മൾ ഈ ശ്രീയേജാതശ്രിയ എന്ന് പറയുന്ന തുടങ്ങുന്ന ആദ്യത്തെ ഞാൻ പറഞ്ഞ റിക്കൊണ്ടാണ് ഹോമിക്കുന്നതെങ്കിൽ ധനം ഉണ്ടാവും, നന്നായി ധനം ഉണ്ടാവും. അതുപോലെ തന്നെ ഇന്ദ്രശ്രേഷ്ഠാനി ദ്രവിണാനി ദേഹി എന്ന് തുടങ്ങുന്ന രണ്ടാമത്തെ റിക്കുണ്ട്. അതുകൊണ്ട് ഹോമിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രപദവിയിലിരിക്കുന്ന ആളുകളുമായിട്ട് നല്ല ബന്ധമുണ്ടാവും. രാജപദവി ഇരിക്കുന്നു, രാജാവ് എന്ന് പറയാൻ പറ്റില്ല, അതിനും മുകളിലൊക്കെ. അതായത് ഇപ്പം നമ്മളിവിടെ കണക്കിലൊക്കെ ആണെങ്കിൽ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകൾ, അവരുമായിട്ട് നല്ല ബന്ധമുണ്ടാവും. കസേര കൈവെള്ളയിരിക്കുന്നവർ. മൂന്നാമത്തെ ആളുകളുമായിട്ടാണ് ഹോമിക്കുന്നതെങ്കിൽ നമുക്ക് പുത്രനും പുത്രിയും ഉണ്ടാവും. അനവധി ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാം. ശ്രീസൂക്തത്തിലെ മൂന്നാമത്തെ മന്ത്രമുണ്ട്. നമ്മൾ ഋഗ്വേദീയ ശ്രീസൂക്തത്തിൻ്റെ കാര്യം, അതിലെ മൂന്നാമത്തെ മന്ത്രമായിട്ടുള്ള പ്രജാപതി എന്ന് തുടങ്ങുന്ന ഋക്കുണ്ട്. അത് പുത്രകാമേഷ്ടി മന്ത്രം കൂടിയാണ്. പുത്രകാമേഷ്ടി യാഗത്തിന് ഉപയോഗിക്കുന്ന, അതായത് ഈ രാമായണത്തിലൊക്കെ പ്രശസ്തമായിട്ടുള്ള പുത്രകാമേഷ്ടി മന്ത്രങ്ങളിലൊന്നാണ്. ഒരുപാട് മന്ത്രങ്ങളുണ്ട്, അതിലൊന്നാണ് ഈ പ്രജാപതേനത്വതേ ധന്യനോ പ്രജാപതി എന്ന് തുടങ്ങുന്ന ഋക്ക്. അതുകൊണ്ടാണ് ഈ നെയ്യ് ഹോമിക്കുക. നെയ്യ് ഹോമിച്ചാൽ ഈ ഫലമുണ്ട്. കൂവളച്ചമത ഹോമിക്കാം, നെയ്യും ഹോമിക്കാം. എന്തായാലും ഈ ലാഭമാണ്, ഈ മൂന്ന് മന്ത്രങ്ങളുടെയും ഫലം ലാഭമാണ് അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ. ലഭ്യത. അതെ, ഒന്ന് സൽപുത്ര ലാഭമാണെങ്കിൽ, മറ്റതിൽ നമുക്ക് ബന്ധങ്ങളുടെ ലഭ്യതയാണ്. എന്ന് വെച്ചാൽ നമുക്ക് കോണ്ടാക്ട്സ് ഉണ്ടാവണം. നമുക്ക് ആദ്യത്തെ ഇതാണെങ്കിലും നമുക്ക് ധനം ഉണ്ടാവും. അപ്പം മൂന്നും ഒരുമിച്ച് ഹോമിച്ചാലോ. നേരത്തെ മുല്ലപ്പൂ മുട്ടിൻ്റെ കാര്യം പറയാൻ വന്നു, പക്ഷേ കംപ്ലീറ്റ് ആക്കി. മുല്ലമുട്ട് തേനിൽ മുക്കി ഹോമിക്കുകയാണെങ്കിൽ വശ്യമാണ് ഫലം. വലിയ നമുക്കൊരാളുമായിട്ടൊരു പിണക്കമുണ്ടായാലും മുല്ലമുട്ട് തേനിൽ മുക്കി ഹോമിച്ചാൽ ആ ആളുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ടാവും. ഏതായിരിക്കും ഉപയോഗിക്കേണ്ടി വരുന്നത്? സാധാരണ മൂലമന്ത്രം തന്നെ പതിവുണ്ട്. പിന്നെ വശ്യഗണപതി മന്ത്രം പ്രത്യേകം ഉണ്ടല്ലോ. ലക്ഷ്മി ഗണപതി മന്ത്രം ഉപയോഗിക്കാം, വശ്യഗണപതി മന്ത്രങ്ങളും ഉപയോഗിക്കാം. സൗമ്യമായിട്ടുള്ള മന്ത്രങ്ങൾ ഏത് വേണമെങ്കിലും അതിന് വേണ്ടി ഉപയോഗിക്കാം. സൗമ്യമല്ലാത്ത മന്ത്രങ്ങളും ഉണ്ടോ ഗണപതി? ഉണ്ടല്ലോ, ഉച്ഛിഷ്ട ഗണപതി മന്ത്രം എന്നൊക്കെ പറഞ്ഞുണ്ട്. അത് കുറച്ച് വേറെ ഒരു ടൈപ്പ് ഓഫ് ഗണപതിയാണ്. നമ്മൾ വിചാരിക്കുന്ന സാധാരണ ഗണപതി അല്ല. അത് അതിനൊരു താന്ത്രിക പശ്ചാത്തലം കൂടുതലുള്ള ഗണപതിയാണ്. അതിന് ഒരുപാട് അർത്ഥം അതിലേക്ക് വരുന്നുണ്ട്, ആ ഭാഗത്തേക്ക്. അല്ലാതെ ശക്തി ഗണപതിയൊക്കെ ഉണ്ട്. ഈ ഗണപതിയുടെ എന്താ വെച്ചാൽ, ഈ ഗണപതിയുടെ സങ്കല്പത്തിൽ ഭാവം മാറുമ്പം വാഹനം മാറി സിംഹാവും, മൂഷികൻ സിംഹമാവും. അതായത് രൗദ്രാവുമ്പം മൂഷിയൻ മാറിയിട്ട് അത് സിംഹമായിട്ട് കാണിക്കും. ശക്തി ഗണപതിക്കൊക്കെ സിംഹമാണ് വാഹനം. അതുപോലെ അതിനൊരു അഗ്നിബീജത്തിൻ്റെ കല കൂടി കൂടും. അപ്പം അപ്പം ഗാം ഗീം ഗൂം ആണല്ലോ വരണ്ടേ അതിൻ്റെ പ്രകരണങ്ങൾ വരുമ്പോൾ. പക്ഷെ ഇവിടെ രായുടെ ബീജം കൂടി ചേർത്തിട്ട് ഗ്രീൻ, ഹ്രീമല്ല ഗ്രീൻ,
ഗ്രം ഇങ്ങനെയൊക്കെയുള്ള ഉച്ചാരണങ്ങൾ അതിന് വരും. രം എന്നുള്ള ബീജം അഗ്നികല കൂടുമ്പോൾ. അപ്പോൾ അതായത് ക്ഷം എന്നുള്ള അതിനോട് കൂടിയിട്ട് അഗ്നികല കൂടുന്നതാണ് ക്ഷം. ക്ഷം വന്നു കഴിഞ്ഞാൽ അത് പ്രത്യങ്കര ബീജത്തിൻ്റെ ഭാഗമാണ്. ക്ഷം എന്നുള്ളത് പരാബീജമാണ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന് ഊർധ്വലോകങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ബീജം. ഏറ്റവും ഊർധ്വലോകങ്ങളിലേക്ക് പോകുമ്പോൾ ലോകങ്ങളുടെ ബീജമായിട്ട് എടുക്കുന്നതാണ് ക്ഷം എന്നുള്ളത്. അതിന് അഗ്നിബീജം ചേരുമ്പോൾ ഈ പറഞ്ഞ പ്രത്യങ്കരയുടെ ബീജം വന്നു. അതുപോലെ ഗണപതിക്ക് അതുപോലെ ഗമ്മിൻ്റെ കൂടെ രംബീജം ചേർത്തിട്ട് ഗ്രം എന്നാക്കും, ഗ്രീൻ, അങ്ങനെയൊക്കെ വരും അതിനകത്ത്. നമ്മൾ ഈ ഹോമദ്രവ്യങ്ങളുടെ കാര്യം പറയുമ്പോൾ ഈ മലര് ഹോമിക്കുമല്ലോ, മലര് അതിനൊക്കെ പ്രത്യേക ഈ പറഞ്ഞ പോലെ മലര് ഭൂതശുദ്ധി ഉണ്ടാവും. മലര് ഹോമിച്ചാൽ ഭൂതശുദ്ധി ഉണ്ടാവും. പിന്നെ ഓരോ ദ്രവ്യങ്ങൾക്കും ഞാൻ പറഞ്ഞല്ലോ ഓരോ ഗ്രഹങ്ങളായിട്ടും പഞ്ചഭൂതങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ട്. മലരിന് ആകാശബീജമായിട്ടാണ് ബന്ധം, ആകാശമായിട്ടാണ് ബന്ധം. ഈ നമ്മുടെ ചിതാകാശമാണ് ഈ ആകാശസങ്കല്പം എന്ന് പറഞ്ഞാൽ. നമ്മുടെ കാണുന്ന സ്പേസ് ഉള്ളിലും ഉണ്ടല്ലോ, ചിത്തത്തിനുള്ളിലൊരു ആകാശമുണ്ട്. അപ്പോൾ അത് തമ്മിൽ കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ് മലർ ഉപയോഗിക്കുന്നത്. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ പഞ്ചഭൂതങ്ങളിൽ നമുക്ക് നിയന്ത്രണം നമ്മുടെ കയ്യിൽ ഇല്ലാത്തതാണ് ഈ ആകാശം. സ്പേസിൽ നമുക്ക് നിയന്ത്രണം ഇല്ല. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മണ്ണ് നമുക്ക് എടുത്താൽ പൃഥ്വിയാണല്ലോ. മണ്ണോ തടിയോ ഇരുമ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് മോൾഡ് ചെയ്യാം. അതെ, മണ്ണെടുത്താൽ നമുക്ക് കുഴച്ച രൂപത്തെ ഉണ്ടാക്കാം അല്ലേ. അഗ്നിയെ നമുക്ക് കെടുത്തുകയും ഉപയോഗിക്കുകയും ആവശ്യം പോലെ അഗ്നിയിൽ കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. വെള്ളം ഉപയോഗിച്ച് നമുക്ക് കുഴയ്ക്കാനും വെള്ളത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. നമുക്ക് ഐസ് കട്ട വരെ ആക്കാം വെള്ളത്തിന്. അതുപോലെ തന്നെ നമുക്ക് വായുവിനെ നമുക്ക് നിയന്ത്രണ വിധേയമായിട്ട് വായുവിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. കട്ടി കൂട്ടാൻ കുറയ്ക്കാനൊക്കെ പറ്റും. പക്ഷേ ആകാശത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു. ആകാശത്തെ നമുക്ക് തൊട്ട് കളിക്കാനുള്ള പണി അറിയില്ല. നമുക്ക് ആകാശത്തെ കൂടി പഞ്ചഭൂതങ്ങളിലെ ആകാശത്തെ കൂടി നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ചിതാകാശത്ത് സങ്കല്പിക്കുന്ന വസ്തുക്കൾ ഫിസിക്കലി ഉണ്ടാവും. അതായത് അവിടെ നമ്മളുടെ സങ്കല്പത്തിലുണ്ടാകുന്ന ആ ഊർജം ഘനീഭവിച്ച് മാറ്ററായിട്ട് മാറും. എപ്രകാരം പ്രപഞ്ചത്തിൻ്റെ ചിതാകാശത്തിൽ എങ്ങനെയാണോ വസ്തുക്കൾ ഉണ്ടായിട്ട് അത് ലോകങ്ങളായിട്ടും മറ്റായിട്ടും ഗ്രഹങ്ങളായിട്ടും ഒക്കെ മാറുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ചിതാകാശത്തുണ്ടായ വസ്തുക്കളെ നമുക്ക് വസ്തുക്കളാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടും. ഇടയ്ക്കൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഇത്രയും വിശദീകരിച്ചല്ലോ, വിവിധ മന്ത്രങ്ങളും, സാധാരണ ഈ മൂലമന്ത്രമൊന്നും അങ്ങനെ ആരും ഇങ്ങനെ പറയത്തില്ല, മന്ത്രങ്ങളും അതിലെ ഹോമദ്രവ്യങ്ങളും ഒക്കെ പ്രയോഗങ്ങളും ഒക്കെ വിശദീകരിച്ചു. അപ്പോൾ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഒരു സംശയം തോന്നാൻ സാധ്യതയുണ്ട്, ഇത് ഞാനും ചെയ്താലോ എന്ന്. ഈ ഹോമം അല്ലെങ്കിൽ ഈ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ അല്ലെങ്കിൽ ഒരാൾ സ്വയം ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഇതെന്തായിരിക്കും, നെഗറ്റീവ് ഫലങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും? ഇന്നിവിടെ ഋഷി ഛന്ദസ്സും പറഞ്ഞു പോയിട്ടില്ല മന്ത്രങ്ങളുടെ. രണ്ടാമത്തെ വിഷയം, ഗണപതി ഹോമം അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ മന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഇതിൻ്റെ പ്രയോഗവിധി ഉപയോഗിക്കുന്നത് പുസ്തകങ്ങളിലൊക്കെ ഉള്ളതാണ്. പിന്നെ ഒരുപാട് കുഴപ്പം പിടിച്ചതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അവിടെ. സാധാരണഗതിയിലുള്ള പ്രയോഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ വിശേഷമായിട്ടൊരു വേറൊരു പ്രയോഗം പറയാം, വിവാഹ തടസ്സം മാറാൻ വേണ്ടിയുള്ള. എന്നുവെച്ചാൽ തീരെ ജാതകത്തിലൊക്കെ ഒട്ടും പറ്റില്ലാത്ത വരുമ്പോൾ ഈ അശോചത്തിപ്പൂവില്ലേ, അത് പുളിക്കാത്ത തൈര്, മലര്, തേൻ, ഇത് കൂട്ടി ചേർത്ത് കുഴയ്ക്കണം. കുഴച്ചൊരു കട്ടിയായിട്ട് കുഴച്ച് ചെറിയ ഉരുള പോലെയാക്കി അത് ഈ ബാണേശി മന്ത്രം കൊണ്ട് ഹോമിച്ചാൽ വിവാഹാടസം മാറും. ബാണേശി മന്ത്രം കൊണ്ട് ഗണപതി ഹോമത്തിൽ ഹോമിക്കാൻ പറ്റും. കഴിച്ചാൽ തടസ്സം മാറി കിട്ടും. അതായത് വിവാഹം നടക്കാത്ത ഒരാളുടെ നടക്കാനല്ല, നമുക്കൊരാളെ ഇഷ്ടമുണ്ടെങ്കിൽ ആ തടസ്സം മാറാനല്ലേ ഇപ്പം പറഞ്ഞത്? രണ്ടും പറ്റും. വിവാഹം നടക്കുന്നേ ഇല്ല, അങ്ങനത്തെ ഒരു ഞാൻ ഫെഡപ്പായി, ഇനി എനിക്ക് അന്വേഷിക്കാനില്ല, അങ്ങനെ തീരുമാനിക്കുമല്ലോ. ജാതകത്തിൽ ഒട്ടും സാധ്യതയില്ല, പക്ഷേ ആഗ്രഹമുണ്ട്. അങ്ങനെ വരുന്ന കേസിലൊക്കെ ഇത് പ്രയോഗിച്ചാൽ ചിലപ്പോൾ ഫലിക്കാറുണ്ട്. ഞാൻ ഈ പറയുന്നതൊക്കെ തന്നെ 100% ഫലം നിങ്ങൾക്ക് ഉണ്ടാവണമെന്നൊന്നും നിർബന്ധമില്ല. ഞാൻ പറയണത് ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനെ ബാധിക്കുന്നുണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് ഈ ഒരു ഫലത്തെ എല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഒരു 50% മുകളിലൊക്കെ ഇത് ഫലം ഉണ്ടാവും. ഇതുവരെയുള്ള അനുഭവം അങ്ങനെയൊക്കെയാണ്. ഞാനൊരു തികച്ചും വേറൊരു രീതിയിലുള്ള ഒരു സംശയമാണ്. ഈ ഗണപതി ഹോമം നടത്തിയിട്ട് വളരെ റിസൾട്ട് ഉണ്ടായി, പെട്ടെന്ന് നടന്നു, അങ്ങനെ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തു പറയത്തക്ക അനുഭവങ്ങളുണ്ടോ? ഇഷ്ടംപോലെ അനുഭവങ്ങൾ. 1-2 ഒന്ന് ഷെയർ ചെയ്യാമോ? ഈ ക്ഷിപ്രഗണപതി മന്ത്രം കൊണ്ടുള്ള പ്രയോഗം പറഞ്ഞില്ലേ ഞാൻ, കൊട്ടത്തേങ്ങയിൽ തുറന്ന് വെച്ച് ഹോമിക്കുന്നു. അത് ധനം ബ്ലോക്കായ ആളുകൾ, ഈ
പൈസ പെൻഡിങ്ങായി പോകും, കിട്ടിയില്ലെങ്കിൽ അപകടത്തിലാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹോമിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഫലം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരു സുഹൃത്ത് ജയിലിലായി പോയിട്ട്, അത് വിദേശത്താണ്, അത് ഇതുപോലെ തന്നെ നമ്മൾ ക്ഷിപ്രഗണതി മന്ത്രം കൊണ്ട് കഴിച്ച് 2 ദിവസം കൊണ്ട് ഒരു റിലീസായി. തെളിവില്ലാത്ത അവസ്ഥ വന്നു. ഫസ്റ്റ് എന്താ പറയുക, കോർട്ടിലെ ഫസ്റ്റ് അപ്പിയറൻസിൽ തന്നെ ആ കേസ് വാഷ് ചെയ്ത് പോയിട്ട് വാഷ് ചെയ്ത് പോയി തിരിച്ചാൾ വന്നു. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പരീക്ഷ വരുമ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും, പരീക്ഷ വരുമ്പോൾ ഭയങ്കര പേടി, ഒരു പരീക്ഷ കൊളാവും. അങ്ങനത്തെ കുട്ടിക്ക് അങ്ങനത്തെ ഒരാൾക്ക് നമ്മൾ ഈ ശക്തി ഗണപതി മന്ത്രം കൊണ്ട് ഗണപതി ഹോമം കഴിച്ച് അതിൻ്റെ സംവാദം ഇതുപോലെ തൊടാനായിട്ട് കൊടുത്ത് പോയി നന്നായിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് എഴുതി. സാധിക്കുകയില്ലായിരുന്നു അവർക്ക്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിരുന്നു. അപ്പോൾ എപ്പോഴും റാങ്ക് ലിസ്റ്റിലൊക്കെ വളരെ മോശമായിട്ട് വരുന്നു. പക്ഷേ നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാണ്. അല്ലാതെ ഇതുകൊണ്ട് കഴിച്ചിട്ട് നിങ്ങളൊന്നും പഠിക്കാണ്ട് പോയി ഇതാണ്ട് ഈ ഹോമം കഴിച്ചുകൊണ്ട് എന്നാൽ വലിക്കുന്നല്ല അതിൻ്റെ അർത്ഥം. അതെ, ഗണപതി നമുക്ക് വേണ്ടി കോപ്പി അടിക്കാനിരിക്കുന്ന ആളല്ല, അതാദ്യം നമ്മൾ മനസ്സിലാവും. നമ്മൾ പണിയെടുക്കുന്ന ആൾ നമ്മൾ പണിയെടുക്കണം. പക്ഷെ പണിയെടുത്താലും റിസൾട്ട് വരാത്ത അവസ്ഥ ചില സമയങ്ങളിലുണ്ടാവും. അതിൽ നിന്ന് മറികടക്കാനാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. അല്ലാതെ മന്ത്രപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജീവിതം കൊണ്ട് ജീവിച്ച് കളയാം. ഇപ്പോൾ ഇത് ഓരോരുത്തർ കമൻറ്റ് കൊടുക്കും, എന്നാൽ പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കാൻ ഒരു ഹോമം നടത്തുക. അതൊക്കെ അതിൻ്റേതായ വഴികളുണ്ട്, അതിന് അവർ ശ്രമിച്ചോളും. അതൊന്നും നമ്മുടെ പണിയല്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മളെ സമീപിക്കുന്ന യജമാനൻ്റെ ചെറിയ ആവശ്യങ്ങൾ സാധിപ്പിക്കലാണ് നമ്മുടെ പണി. എന്നെ സമീപിക്കുന്ന ഇപ്പോൾ എന്നെ വന്ന് സമീപിക്കുന്നത് നെതന്യാഹു ആണെങ്കിൽ മാത്രമേ എനിക്ക് ഇസ്രായേൽ വാറിനെ ഇടപെടണോ വേണ്ടോ എന്ന് ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ നാട്ടുകാർ അങ്ങോട്ട് ചെയ്തോ ഇങ്ങോട്ട് ചെയ്തോ എന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മുടെ പണിയല്ല. നമ്മുടെ അടുത്ത് വരുന്ന കൊച്ചു കാര്യങ്ങൾ, അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, ഇതൊക്കെ നമ്മൾ മാറ്റുക. അതാണ് നമ്മുടെ കർമ്മം എന്ന് പറയുന്നത്. നമ്മൾ വലിയ പൂജകൾ കഴിച്ച് ലോകം മുഴുവൻ നന്നാക്കാനുള്ള പണിയൊന്നും ഇതുകൊണ്ട് നടക്കത്തില്ല. നമ്മൾ ഇതൊരു മാനസിക രോഗ ചികിത്സ കൂടിയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. നമുക്ക് ഒരു പ്രശ്നത്തിനാണ് പരിഹാരം ചെയ്യേണ്ടത്, അല്ലാതെ ഒരു കൂട്ടം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമല്ല. പ്രശ്നത്തിനൊരു പരിഹാരം. അതുപോലെ തന്നെ ആളുകൾ ആഗ്രഹിച്ച് വരുന്നത് വെച്ചാൽ അവരുടെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ അടുത്ത് വരും. അപ്പം അവർക്കൊരു ലിസ്റ്റ് ഓഫ് ഇഷ്യൂസ് ഉണ്ടാവും, ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങളുണ്ടാവും. അത് ലിസ്റ്റെല്ലാം നമ്മുടെ അടുത്ത് വരും. ഇതെല്ലാം വലിച്ചോളണമെന്നില്ല. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ വലിക്കും. നമുക്ക് പ്രധാനപ്പെട്ടാന്ന് തോന്നുന്നതായിരിക്കും അത്. പക്ഷേ അവരുടെ ഏറ്റവും പ്രാധാന്യമുള്ളത് ചിലപ്പോൾ അതിനകത്ത് ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുത്ത വിഷയമായിരിക്കും. അപ്പോൾ അത് ചിലപ്പം ഫലിക്കണമെന്നില്ല. അത് ഫലിച്ചാതെ ഈ 99 എണ്ണം ഫലിച്ചാലും അത് ഇവർക്കൊന്നും ഫലിച്ചതായിട്ട് തോന്നുകയില്ല, തൃപ്തി വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരമ്പാണ് അയക്കുന്നത്. അപ്പോൾ ഒരമ്പ് ആരിൽ കൊള്ളണം എന്ന് കൃത്യമായിട്ട്, എവിടെ കൊള്ളണം എന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് എൻ്റെ ആവശ്യം ഇതാണെന്ന് പറഞ്ഞ് കൃത്യമായി കഴിപ്പിച്ചാൽ അതിന് കൃത്യമായിട്ട് തന്നെ കൊള്ളും. സാധാരണ ഞാൻ എന്നല്ല, ആര് കഴിച്ചാലും ഈ ഗണപതി ഹോമത്തിന് നമ്മൾ തമാശയായിട്ട് പറയും, ഗണപതി ഹോമം മോശമായിട്ട് കഴിക്കാൻ പറ്റില്ല. അത് ശരി. അല്ല, ഗണപതിയുടെ സാന്നിധ്യം ഉണ്ടായാൽ വെറുതെ വാരി ഇട്ടാൽ മതി, ആവും. ഇതെല്ലാം വാരിയിട്ടിട്ട് ആഹുതിയെ കൊടുത്തിട്ട് അവിടെ നിന്ന് ജപിച്ചാലും ആവും. ഈ മന്ത്രങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് ജപിച്ചു പോയാലും ആവും. എല്ലാ സാധനങ്ങളും വാരി കത്തിച്ചിട്ട് നെയ്യ് കൊണ്ട് മാത്രം ആഹുതി കൊടുത്താലും ഫലം ഉണ്ടാവും. ഫലം കുറയും, ഉണ്ടാവില്ലെന്നല്ല, ഫലം കുറഞ്ഞേക്കാം. വ്യവസ്ഥയായിട്ട് കഴിക്കുന്നതുമായിട്ട് കുറവെന്തായാലും വരും. പക്ഷെ എന്നാലും എങ്ങനെ കഴിച്ചാലും അതൊരു ഗണപതിയുമായിട്ട് തന്നെ കണക്കാക്കണം. ഗണപതിക്ക് അങ്ങനെ ഒരു കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് ചെറിയ രീതിക്കൊന്ന് പഠിച്ചാൽ മതി. കുഞ്ഞൊരു ഗണപതിയോം കഴിക്കാൻ പഠിച്ചാൽ അവനവൻ്റെ കാര്യം നടത്താം, അതിനൊന്നും ഒരു വിരോധമില്ല. അപ്പം ചെറുതായി ആ ഗണപതി ഉപാസനയെന്ന് കുറച്ച് നാൾ ചെയ്തിട്ട് ആ ഗുരുവിനും ഗണപതിക്കും എങ്ങനെയാണ് ഉപചാരങ്ങൾ കൊടുക്കേണ്ടതെന്ന് നോക്കി, അഗ്നിക്കുള്ള ഉപചാരം, അഗ്നി ജ്വലിപ്പിച്ചാൽ എന്താണ് ഉപചാരം എന്ന് മനസ്സിലാക്കി, ഗണപതിയെ കുണ്ടത്തിൽ പൂജിക്കുന്ന ലളിതമായ വിധി മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യാഹൂതി കൊടുത്ത് നെയ്യ് കൊണ്ടുള്ള ആഹൂതികൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഗണപതി ഹോമം കഴിക്കാം. അപ്പോൾ ഞാൻ മറ്റൊരു ചോദ്യം, ഈ ഗണപതി ഉപാസനയിലേക്ക് ഒരാൾക്ക് കടക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു മാർഗം? ഗണപതി ഉപാസന അതിൻ്റെ മന്ത്രദീക്ഷ തന്നെയാണ്. അതിൻ്റെ പുരസ്കരണ ചെയ്യണം. ലക്ഷം തവണ ഗുരുവിൽ നിന്ന് മന്ത്രദീക്ഷ വാങ്ങിച്ച് തന്നെ തുടങ്ങണം. ഈ ഉപദേശവും ദീക്ഷയും രണ്ടാണ്. അതാദ്യം ഒന്ന് മനസ്സിലാക്കണം. ഞാനൊരു മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോയിലാണെന്ന് തോന്നുന്നു, ഈ പഞ്ചാക്ഷരിക്ക് ദീക്ഷ വേണ്ടെന്നും എന്നാൽ ഉപദേശം വേണമെന്നും ഞാൻ പറഞ്ഞു. ഇപ്പോൾ 2 വീഡിയോയിലായിപ്പോയപ്പം ആളുകൾ കരുതി പഞ്ചാക്ഷരിക്ക് ഒരിടത്ത് പറയുന്നുണ്ട് വേണമെന്ന്, ഒരിടത്ത് വേണ്ടെന്ന്. അങ്ങനെയല്ല പറഞ്ഞു. മന്ത്രദീക്ഷ എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരു ഗോത്രത്തിലേക്ക്, ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ദീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ആ ഗോത്രത്തിലെ ആളായി മാറുകയാണ്, പരമ്പരയുടെ ആളാവുകയാണ്, അവകാശിയാവുകയാണ്. മന്ത്രോപദേശം അങ്ങനെയല്ല. മന്ത്രോപദേശം എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു സൽഗതി വരണം എന്ന് കരുതിക്കൊണ്ട് ഒരു ആചാര്യന് അയാൾക്കൊരു ഉപദേശം കൊടുക്കാം.
അപ്പോൾ അയാൾ ഈ പരമ്പരയായിട്ട് ബന്ധപ്പെടുവോ ഇനി ആചാര്യൻ്റെ മൃതിയിൽ അയാൾക്ക് പുലയുണ്ടാവുമോ ഒന്നുമില്ല. ഉപദേശത്തിന് തുടർച്ചയില്ല അല്ലേ? നിർബന്ധമില്ല. അത് അവിടെ കൊണ്ട് അവസാനിപ്പിച്ച് പോകാം. പക്ഷെ മന്ത്രദീക്ഷ അങ്ങനെയല്ല. മന്ത്രദീക്ഷ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറും ക്ലയൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? വാങ്ങിച്ചിട്ട് പോകുന്ന ആൾ കസ്റ്റമർ റെഗുലർ ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ കൂടെ പോകുന്ന ആളാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. അതേ വ്യത്യാസം തന്നെയാണ് മന്ത്രോപദേശത്തിനും മന്ത്രദീക്ഷയ്ക്കും തമ്മിലുള്ള വ്യത്യാസം. ഉപദേശം എന്ന് പറഞ്ഞാൽ മന്ത്രത്തിൻ്റെ പ്രയോഗവിധി എങ്ങനെയാണ്, അല്ലെങ്കിൽ ജപിക്കേണ്ട രീതി എന്താണെന്ന് ഒരു ആചാര്യൻ പറഞ്ഞു കൊടുത്താൽ അത് ഉപദേശം, അത് മാസമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഒരു ഗ്രൂപ്പിനെ ഇരുത്തി പറഞ്ഞു കൊടുക്കാം, ഉപദേശിക്കാം. പക്ഷെ മന്ത്രദീക്ഷ കൊടുക്കണം ഇൻഡിവിജ്വലായിട്ട് തന്നെ കൊടുക്കണം. ചെവിയിൽ വിളിച്ച് ഉപദേശിക്കണം. രഹസ്യാത്മകമായിരിക്കും. അയാളുടെ ഭൂതശുദ്ധി പോലുള്ള ക്രിയകൾ, ഭൂതസംഹാരം പോലുള്ള ക്രിയകൾ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം ഉപദേശിക്കാനായിട്ട്. പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളെങ്കിൽ അയാൾക്കുള്ള നിലവിലുള്ള പോരായ്മകൾ പരിഹരിച്ചിട്ട് വേണ്ട ദീക്ഷ കൊടുക്കാൻ. നിലവിൽ അയാൾക്ക് കുറേ കുഴപ്പങ്ങളുണ്ടെങ്കിൽ ആ കുഴപ്പങ്ങൾ പരിഹരിച്ചിട്ട് വരാം. കർമ്മദോഷങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് കൊടുക്കേണ്ടത്. അയാൾ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുകയാണ്, അയാൾ സാമ്പത്തികമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ആ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മറികടന്ന് വരട്ടെ എന്ന് കരുതി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം ആദ്യമേ. അത് കഴിയട്ടെ, എന്നിട്ട് നമ്മൾ അയാൾക്ക് ഉപദേശം കൊടുക്കുകയോ അയാൾ ജ്ഞാനമാർഗം കാണിച്ചു കൊടുക്കുകയോ ചെയ്യാം. അല്ലാതെ വിശന്നിരിക്കുന്ന ആളുടെ മുമ്പിൽ നമ്മൾ ജ്ഞാനം തുറന്നു വെച്ചിട്ടൊന്നും കാര്യമില്ല. അയാളുടെ പട്ടിണിയും പരിവട്ടവും മാറണം. ദാരിദ്ര്യവാസിക്ക് മോക്ഷയിലും തമാശയായിട്ട് പറയുന്നു. നമ്മൾ ധർമ്മം അർത്ഥം കാമം മോക്ഷമാണ്. അപ്പോൾ അർത്ഥത്തിലൂടെ ധനം ഉണ്ടാവുകയും അതിലൂടെ ആഗ്രഹങ്ങൾ സാധിക്കുകയും ചെയ്താൽ മാത്രമേ മുക്തിയുള്ളൂ. അല്ലാതെ ഒരിക്കലും മുക്തിയില്ല. നമ്മൾ ഈ പൊതുവേ ഹൈന്ദവരോട് നമ്മൾ പറയാറുള്ള കാര്യമാണ്, നിങ്ങൾ ഈ ഭാഗവത മരിക്കാൻ പഠിപ്പിക്കുന്ന കുറേ ആചാര്യന്മാർ നമ്മുടെ ചുറ്റും ഉണ്ട്. മോക്ഷം 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 എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആചാര്യന്മാർ അതൊക്കെ നമ്മൾ തിരസ്കരിക്കണം. നമ്മൾ നായ്ക്കാട്ടം പോലെ വർജിക്കണം ഇവരെയൊക്കെ. എന്നിട്ട് ധനം ഉണ്ടാക്കണം നല്ലപോലെ. ഈ ധനം ഉണ്ടാക്കൽ എന്തോ മോശം കാര്യമാണ് എന്ന രീതിയിൽ പറഞ്ഞു പോകുന്ന ധാരാളം പേരുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഈ ധനം എന്ന് പറയുന്നത് ഭഗവതി തന്നെയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കണ്ടേ? അത് നമ്മുടെ കുഞ്ഞുങ്ങൾ വിശന്ന് കരയുമ്പം അങ്ങനെയല്ല മോളെ നമുക്ക് പട്ടിണിയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഗൃഹസ്ഥൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ധനം ഉണ്ടാക്കലാണ്, കുടുംബത്തെ നോക്കൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഗൃഹസ്ഥാശ്രമം എന്ന് തന്നെ വിളിക്കുന്നത്. അതെ. അതുപോലെ തന്നെ ഗൃഹസ്ഥന്മാർ സന്യാസിമാരുടെ ഉപദേശം സ്വീകരിച്ച് നടക്കുകയും ചെയ്യരുത്. സ്കെയിൽ രണ്ടും രണ്ട് സാധനമാണ്. ഒന്ന് ഫുട്ബോളും മറ്റേത് ക്രിക്കറ്റുമാണ്. രണ്ടിൻ്റെ നിയമങ്ങൾ രണ്ടും രണ്ടാണ്. അപ്പം അതിൻ്റെ നിയമം ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനൊന്നും പറ്റില്ല. സന്യാസിയെ കണ്ടാൽ നമസ്കരിക്കാം, നമ്മളെക്കാൾ മുമ്പേ പോയൊരു പൂർവ്വജനാണല്ലോ, അത്തരത്തിലുള്ള ബഹുമാനങ്ങൾ കൊടുക്കാമെന്നല്ലാതെ സ്വാമി ഞാൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുകയാണ്, എനിക്കതിന് വൈഫായിട്ടുള്ള റിലേഷൻ നന്നാവുന്നില്ല എന്നൊക്കെ ഉപദേശം ചോദിച്ചാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ അതിനെപ്പറ്റി ധാരണ പോലും ഉണ്ടാവണമെന്നില്ല. ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ അത് അപകടത്തിൽ കലാശിക്കും. അപ്പം മുമ്പേ വിവാഹമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ഒരു വാനപ്രസ്ഥം എടുത്ത് സന്യാസം എടുത്ത് ഒരാൾ ഉപദേശിക്കുന്ന പോലെയല്ല ഒരു ബ്രഹ്മചാരിയായിട്ടൊരു സന്യാസിയായിട്ടുള്ള ഒരാൾ ഉപദേശിക്കുന്നത്. അത് ശ്രദ്ധിക്കണം. നമ്മൾ എവിടുന്നാണ് എന്താണ് നമ്മൾ കൊണ്ടുപോകുന്നത്, കൺസ്യൂം ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ കടയിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഋഷിമാരാണ് ഈ പഴയ രാജാക്കന്മാർക്കൊക്കെ ഉപദേശം ചെയ്യുന്നത്. സന്യാസിമാരെ അല്ല അവരെടുക്കുന്നത്, ഋഷിമാരാണ്. അവർ അവരുടെ പത്നിമാരോടും അല്ലെങ്കിൽ പത്നിയോടും കുട്ടികളോടും കൂടി ജീവിക്കുന്ന ഋഷിമാരാണ്. അവർ ഗൃഹസ്ഥന്മാർ തന്നെയാണ്, അവരാണ് ഉപദേശിക്കുന്നത്. ഈ ഋഷി എന്നുള്ള വാക്കിന് ഇപ്പോൾ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് പറയണം നമ്മൾ. പറഞ്ഞേ ഋഷി എന്നുള്ള വാക്കിൽ ഋഷിമാരിൽ ഗണപതി ആരാണ്? അഗസ്ത്യരാണ് ഗണപതി. അഗസ്ത്യരുടെ ഭാര്യ ലോപാമുദ്രയാണ്. അപ്പം ഗൃഹസ്ഥനായിട്ടുള്ള ആളാണ് അഗസ്ത്യർ. അപ്പോൾ ഋഷിമാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഈ പറഞ്ഞ ബുദ്ധിമാന്മാരിൽ വെച്ച് അല്ലെങ്കിൽ സാമർഥ്യമുള്ളവരിൽ ഏറ്റവും സാമർഥ്യമുള്ള ആൾ അഗസ്ത്യരാണെങ്കിൽ താഴേക്കുള്ള ഋഷിമാരെല്ലാം തന്നെ അതുപോലെയൊക്കെ തന്നെയാണ്. നമ്മൾ വസിഷ്ഠനെ എടുത്താലും ആരെ എടുത്താലും അവർക്കൊക്കെ ഭാര്യമാരോടുകൂടി അല്ലെങ്കിൽ അവർ കുടുംബമായിട്ട് തന്നെ ജീവിച്ച ആളുകളാണ്. ഋഷി എന്നുള്ള വാക്ക് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന മാധ്യമങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന സകല വസ്തുക്കളും, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ലോകത്ത് കാണുന്ന സകല സാധനങ്ങളും നിർമ്മിച്ച ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരെയാണ് ഋഷി എന്ന് വിളിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മളിന്ന് ഉപയോഗിക്കുന്ന വണ്ടി, ആ വണ്ടിയുടെ ഡിസ്കവർ ചെയ്ത ഒരാളുണ്ടാവും ആദ്യം, ആ ആൾ ഋഷിയാണ്. എന്തിനാണ് ഒരു വണ്ടിച്ചക്രം ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു ആദിമ മനുഷ്യൻ ഉണ്ടാവില്ലേ, ഒരു വണ്ടിച്ചക്രം ഡിസൈൻ ചെയ്ത ഒരാൾ ഇത് ഇട്ടാൽ ഉരുണ്ടു പോകുമെന്ന് മനസ്സിലാക്കി നമ്മുടെ ഈ യാത്രയെ ഈസി ആക്കിയില്ലേ, മാനിഫെസ്റ്റ് ചെയ്തു മനസ്സിൽ, അയാൾ ഋഷിയാണ്. അങ്ങനെ ഓരോ കണ്ടുപിടുത്തവും എന്തിൻ്റെ പിന്നിലും ഒരു ഋഷി ഇല്ലാതെ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ തർപ്പണത്തിന് ഋഷിമാരെ സ്മരിക്കുന്നത്, ഋഷിഗണങ്ങളെ സ്മരിക്കുന്നത്. കാരണം അവരില്ലെങ്കിൽ നമ്മളില്ല. ഇന്നത്തെ നിലയിൽ നമ്മുടെ സമൂഹം എത്തിപ്പെടാനായിട്ട് കാരണം ഈ ഋഷിമാരാണ്. അപ്പം എല്ലാ ദിവസവും ഋഷിമാരെ സ്മരിക്കാനാണ് സന്ധ്യാവന്ദനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദേവന്മാരെ ദേവഗണങ്ങളെ, ഋഷിമാരെ ഋഷിഗണങ്ങളെ, പിതൃക്കളെ പിതൃഗണങ്ങളെ. എന്തിനാണ് ഈ പിതൃക്കളെ സ്മരിക്കുന്നത്? പിതൃക്കളിൽ നിന്നാണ് നമ്മളിങ്ങനെ ഉണ്ടായി വന്നിരിക്കുന്നത്. പിതൃക്കളുടെ പിന്തുടർച്ചയാണ് നമ്മൾ. നമുക്കല്ലാതെ വേറൊരു എക്സിസ്റ്റൻസ് ഇല്ല. അത് ലളിതമായ കാര്യമല്ല. ഇപ്പോൾ വീട്ടിലൊരു വാഴ നിൽക്കുന്നു,
അതിൻ്റെ മുമ്പ് ഒരു വാഴ ഉണ്ടായിരുന്നു, അതിനു മുമ്പ് ഒരു വാഴ ഉണ്ടായിരുന്നു, അതിനു മുമ്പ് ഒരു വാഴ ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ഒരു വാഴ തന്നെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ആളുകളാണെന്ന് ചിന്തിക്കുന്നവരെ അല്ലേ നമ്മൾ വാഴയെന്ന് വിളിക്കേണ്ടത്? അതെ അതെ അല്ലേ? ആ വാക്ക് കറക്റ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എന്തിൻ്റെയും ഈ പിതൃവിൻ്റെ ഭാഗമാണ് നമ്മൾ പലരുടെയും പിതൃവാണ്. നമ്മൾ ഇനി പലർക്കും പിതൃവാകും. നമ്മൾ ഒരുപാട് പിതൃക്കൾക്ക് തർപ്പണം ചെയ്തു, സന്ധ്യാവന്ദനം ചെയ്തു. നോക്കും, മുമ്പ് ജീവിച്ച് മരിച്ചു, അവർ പുതിയ ജന്മം എടുത്ത് പോയി. പിതൃബലിയിലൂടെ ഒരിക്കലും ഇപ്പം ഞാൻ ആരുടെയൊക്കെയോ പിതൃവായിരുന്നു, ആരുടെയൊക്കെയോ ഇതിനു മുമ്പ് എൻ്റെ ജന്മത്തിൽ പൂർവ്വജന്മങ്ങളിൽ ആരുടെയൊക്കെയോ അച്ഛനും അമ്മയും മക്കളും അമ്മായമ്മനും ഒക്കെയാണ്. അവരൊക്കെ എനിക്ക് ഇപ്പോഴും ബലിയിടുന്നുണ്ടാവും. എനിക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പം ബലിയിടുന്നത് എനിക്കാണോ അവരവർക്ക് വേണ്ടിയാണോ? അവരവരുടെ ആത്മസംതൃപ്തിയാണ്. അതാണ്, തൃപ്തിക്ക് വേണ്ടിയാണ് അവരവർ ബലിയിടുന്നത്. അപ്പം എപ്പോൾ ബലി വേണ്ട എന്ന് അവരവർ തീരുമാനിക്കുന്നു, അവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെ സാധിക്കാതെ വരും. അതുകൊണ്ടാണ് ഈ തർപ്പണവും ഈ നിത്യകർമ്മത്തിൽ ഈ പിതൃവിനും പിതൃഗണങ്ങൾക്കും തർപ്പണം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം പിതൃസ്മരണ കൂടാതെ നമുക്ക് ജീവിതമില്ല മുന്നോട്ട്. അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഇന്ന് കിട്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നമ്മളുടെ കാര്യങ്ങൾക്കും ശരീരത്തിനും ഒക്കെ നമ്മൾ പൂർവികരോടാണ് കടപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക് ഭൂമി ഇന്ന് അല്ലെങ്കിൽ ലോകം ഇന്ന് നിലനിൽക്കുന്നതിന് കാരണമായ ഋഷിമാരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഇതിനെല്ലാം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ദേവതാഗണങ്ങളോട്, ആരോട്? 33 കോടി ദേവതാഗണങ്ങളും. കോടി മീൻസ് വിഭാഗം. 33 വിഭാഗത്തിൽ വരുന്ന ദ്വാദശാദിത്യന്മാർ, ഏകാദശ രുദ്രന്മാർ, അഷ്ടവസുക്കൾ, ത്രിമൂർത്തികൾ, ഇങ്ങനെയൊക്കെയുള്ള ദേവതകൾ. അവരോട് നമുക്ക് കടപ്പുണ്ട്. അത് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ശക്തികളാണ്. ഇതിനെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഈശ്വരനും ബ്രഹ്മെന്നും എല്ലാം വിളിക്കുന്നത്. ഇവരെല്ലാം ചേർത്ത്, അവരെ ചേർത്തിട്ടാണ് വിളിക്കുന്നത്. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഇവർ ഇത്രയും 33 പേരാണ്. അപ്പോൾ അവരോടൊക്കെ നമുക്ക് കടപ്പാടുണ്ട്. അപ്പം ഈ കടപ്പാട് മറികടന്ന് പോകാൻ നമുക്ക് സാധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ കടപ്പാട് നമ്മൾ ഓർമ്മയുള്ളിടത്തോളം കാലം നമ്മൾ ഈ ലോകത്തിന് ഹിതകരമായത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ തർപ്പണവും സന്ധ്യാവന്ദനവും ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം. നമ്മൾ ഇവിടുന്ന് വെള്ളം ഉപയോഗിക്കുന്നു, ഭൂമിയിൽ നിന്ന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടുന്ന് ഉപയോഗിക്കുന്നു. ഇതിനെന്തെങ്കിലും തിരികെ കൊടുക്കുന്നുണ്ടോ? ആ തിരികെ കൊടുക്കലും കൂടിയാണ് സന്ധ്യാവന്ദനം പോലുള്ള പദ്ധതികൾ. നമ്മൾ ആ ഊർജ്ജമണ്ഡലത്തെ വികസിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ കുറച്ചുകൂടെ സുന്ദരാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വയം നന്നായാൽ മതി. ലോകം നന്നാവാൻ സ്വയമാണ് നന്നാവേണ്ടത്. സ്വയം നന്നാവാതെ ലോകം നന്നാവില്ല. 2 കഥയുണ്ട്. ഒരാളൊരു ഗ്രാമം വിട്ട് വേറൊരു ഗ്രാമത്തിലേക്ക് പോവാണ്. അപ്പോൾ 2 പേരും ഒരു സത്രത്തിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ കണ്ടുമുട്ടിയപ്പോൾ അയാൾ ചോദിച്ചു, താൻ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ ആ ഗ്രാമത്തിലേക്കാണ്, ഞാൻ അവിടുന്ന് വരികയാണ്. അപ്പോൾ എന്താണ് ആ ഗ്രാമവാസികളെ പറ്റിയിട്ടുള്ളത് തൻ്റെ അഭിപ്രായം? അപ്പോൾ വൃത്തികെട്ടവന്മാരാണ് അവിടുന്ന്, ഞാൻ അതുകൊണ്ടാണ് നാട് വിട്ട് ഇങ്ങോട്ട് പോരുന്നത്, അങ്ങനെ. ഇയാളോട് ചോദിച്ചു, തൻ്റെ അഭിപ്രായം എന്താ, അവരെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താ? അയാൾ പറഞ്ഞത് മുഴുവൻ വൃത്തികെട്ടവന്മാരാണ്, ഞാനതുകൊണ്ട് നാട് വിട്ട് ഈ നാട്ടിലോട്ട് പോകുന്നത്. 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. പിറ്റേ ദിവസം വീണ്ടും 2 പേര് കണ്ടുകൂട്ടി. അതുപോലെ തന്നെ ആ ഗ്രാമത്തിൽ നിന്ന് ഈ ഗ്രാമത്തിൽ നിന്ന്. നല്ല മനുഷ്യർ. എങ്ങനെയുണ്ട് തൻ്റെ ഗ്രാമം? നല്ല ആളുകളാണ്, വളരെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. സ്ഥാനത്തിന് അവൻ അങ്ങോട്ട് പോകുന്നത്. ഞാൻ അവിടെ കുറേ കാലം ജീവിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഉള്ളവരുമായിട്ടും കൂടി ഒരു ബന്ധം സ്ഥാപിക്കണം, കുറച്ച് നാൾ അവിടെയും കൂടെ കഴിയാമെന്ന് കരുതി അങ്ങോട്ട് പോകും. താനെന്താ പോകുന്നത്? ഞാനും അത് തന്നെ പോകുന്നു. നല്ല മനുഷ്യരാണ്, എനിക്ക് നിങ്ങളുടെ നാടിനെ പറ്റി കേട്ടു, അവിടെയും നല്ല ആളുകളാണെന്ന് ഞാൻ അങ്ങോട്ട് പോകും. പെർസെപ്ഷനാണ് ഇവിടെ പ്രശ്നം. നമ്മളെന്തിനെ നല്ലതാണെന്നും ചീത്തയാണെന്നും കണക്കാക്കുന്നു, അതാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഒരു മഴ പെയ്യുമ്പം 50% ആളുകൾ നാശം പിടിച്ച മഴ എന്ന് പറയും. പക്ഷെ ആ മഴ പ്രതീക്ഷിച്ചിരിക്കുന്ന 50% ഉണ്ട്. അവരതിന് നല്ല മഴയാന്ന് പറയും, നന്നായി എന്ന് പറയും, സന്തോഷമായിരിക്കും അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കാഴ്ചപ്പാട് നന്നാവൽ മാത്രമാണ് തർപ്പണം കൊണ്ടും സന്ധ്യാവന്ദനം കൊണ്ടും ചെയ്യുന്നത്. അതായത് ലീവ് ആൻഡ് ലെറ്റ് ലീവ് എന്നുള്ളതാണ് പോളിസി വേണ്ടത്. നമ്മൾ ജീവിക്കുക, മറ്റുള്ളവർ ജീവിക്കുന്നുണ്ടെന്നും അവർ നമ്മളെക്കാൾ അല്ലെങ്കിൽ നമ്മളോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്, ലോകത്തിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ ജീവിക്കാൻ വിടുക, നമ്മളും ജീവിക്കുക. ആ ജീവിക്കാൻ വിടണം എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തണ്ടേ? ഒരു നായ പോകുമ്പോൾ കല്ലെടുത്തെറിയാൻ ആയിട്ട് വരില്ലേ നമ്മുടെ കൈ അറിയാതെ? അത് മാറണ്ടേ? അത് കറയാണ്, അത് മാറണം. അത് മാറണമെങ്കിൽ സന്ധ്യാവന്ദനം ചെയ്യണം. അതാണ് ഇപ്പോൾ സന്ധ്യാവന്ദനത്തിൻ്റെ പ്രസക്തി. അത് ചെയ്യുമ്പം നമുക്ക് ലോകത്തിനോട് ഹിതമല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ രൂഢമാവും. അതുമൂലം ലോകം സുഖമായി മാറും. അപ്പോൾ എല്ലാവരും ചോദിക്കും, താൻ എന്നിട്ട് അങ്ങനെയാണോ, താൻ അങ്ങനെ? ഇല്ല, ഞാനത് ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഞാൻ അതാവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺ ദ വേയാ. ആ അതിൻ്റെ വഴിയിൽ എനിക്ക് തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റും. ഇപ്പോൾ നമ്മൾ വരുന്ന വഴി വണ്ടിക്ക് വട്ടം വെച്ചാൽ ചിലപ്പോൾ ചീത്ത വിളിച്ചു വന്നിരിക്കും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്താണെങ്കിലും രണ്ടാമതൊന്നും ആലോചിക്കാൻ ഇപ്പോൾ തോന്നുന്നുണ്ട്. ഒരു നായം ഒന്ന് കുറച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആദ്യത്തെ ചിന്ത വെച്ചാൽ ഒറ്റ ഒരെണ്ണം കൊടുത്ത് അതിനെ ഓടിച്ചു വിടുക. ഇപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പം ഒന്ന് എടുക്കുന്നതിന് മുന്നേ ഒന്നുകൂടെ ആലോചിക്കും എന്തായിരിക്കും കാരണം എന്ന്. അപ്പോൾ അത്രയായി. അപ്പം കുറച്ച് കറ മാറി. ഇനി കറ മാറി 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 വരുമ്പോൾ ബാക്കിയുള്ളത് തെളിഞ്ഞോളും, തന്നെ തെളിഞ്ഞോളും. അങ്ങനെ ലോകത്തുള്ളവരെല്ലാം തന്നെ, എൻ്റെ അയൽപക്കത്തുള്ളവരും തൊട്ടപ്പുറത്തുള്ളവരും നമ്മുടെ ഇന്നർ സർക്കിളിലുള്ളവരും എല്ലാം തെളിയണ്ടേ. ആ തെളിയൽ ആണ് വേണ്ടത്, സന്ധ്യാവന്തനം പോലെയുള്ള പദ്ധതികളുടെ പ്രത്യേകത. അപ്പം ഗണപതി സങ്കല്പത്തിലെ സംസമിദ്യോസ്ത എന്നുള്ള ഐക്യമത്യ സൂക്തം കൊണ്ടുള്ള ഫലം എന്താണോ ആ ഫലം ഇതാണ് ശരിക്കും. ശരി. ഈ ലോകത്തുള്ളവരെ എല്ലാവരെയും കൂടെ നമുക്ക് സാമ്യപ്പെടുത്തിയെടുക്കാൻ പറ്റും. അതെ, പോസിബിളാണത്. ഒരു ചെറിയ സർക്കിളിലെങ്കിലും അത് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത്രയും നന്നായി. അങ്ങനെ ചെറിയ ചെറിയ സർക്കിളുകൾ ഉണ്ടാവട്ടെ. അതെ, യോജിക്കാൻ പറ്റുന്ന പലയിടത്തും യോജിക്കട്ടെ. യോജിക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ വിട്ടുകളയട്ടെ. അതിൻ്റെ വഴിക്ക് വിടുക. പറ്റുന്നിടത്ത് യോജിക്കുക.